ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ കർമ്മം എത്തിക്കാൻ സാധിച്ചാൽ സെൽഫ്ലെസ്സായി. അതാണ് ശരിക്കും ക്ലാരിറ്റി. വാട്ട് ഹാവ് യു റിയലി ഡൺ? നമ്മൾ ശരിക്കും നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുക ചെയ്തത്. ചൈതന്യമുള്ള ബുദ്ധിയാണ് സെൽഫിലുള്ളത്, ചൈതന്യം ഇല്ലാത്ത ബുദ്ധിയാണ് ഈഗോനുള്ളത്. സെൽഫിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലാക്കുകയാണ് അവർക്കെന്താണ് വേണ്ടതെന്ന്. വി ആർ ലിവിങ് ഫോർ എവ്രി വൺ എൽസ്, വി ആർ ലിവിങ് ഫോർ ദ പ്ലാനറ്റ്. ഇതാണ് നമ്മുടെ ധർമ്മം. സെൽഫിലേക്ക് കൂടുതലും നമ്മൾ കണക്റ്റഡ് ആയി ഇരിക്കുന്നതോറും നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി പല കാര്യങ്ങൾക്കും ഇരിക്കാൻ സാധ്യത കൂടുതലാണല്ലോ, അല്ലേ? സോ വെൻ വി പ്രാക്ടീസ് ആത്മവിചാര ആൻഡ് വി ആർ മോർ കണക്റ്റഡ് ഓർ റൂട്ടഡ് ടു സെൽഫ്, കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് സ്വതവേ വരുന്നതായിട്ട് നമുക്ക് പെടുമായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വ്യക്തത. വ്യക്തത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കിവിടെ കുറച്ച് കാലം ഈ ഭൂമിയിലുള്ളൂ. So being clear about what we want to do means being useful to the world at large. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണപ്രദമായിരിക്കണം. നമുക്ക് സന്തോഷം തരികയും മറ്റുള്ളവർക്ക് അത് വളരെ ഗുണപ്രദമാവുകയും ചെയ്യണം. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ കർമ്മം എത്തിക്കാൻ സാധിച്ചാൽ സെൽഫ്ലെസ്സായി. അതാണ് ശരിക്കും ക്ലാരിറ്റി. അപ്പോൾ നോക്കിയാൽ മതി, ഈഗോ ഉണ്ടെങ്കിൽ ഈഗോ ക്ലാരിറ്റി ലഭിച്ചു എന്ന് പറഞ്ഞാലും ആ ക്ലാരിറ്റി അല്ല. കാരണം എന്താണ്? ഈഗോ മീൻസ് ഐ ആം ദിസ് ലിമിറ്റഡ് ബോഡി മൈൻഡ് എൻറ്റിറ്റി. ഈഗോവിനുണ്ടാകുന്ന ക്ലാരിറ്റി എനിക്ക് എന്ന ഒരു നെറേറ്റീവിലാണ് ബിൽഡ് ചെയ്യുന്നത്. എനിക്ക് വേണം, എനിക്ക് പണം വേണം, എനിക്ക് പ്രശസ്തി വേണം, എനിക്കത് വേണം എന്നുള്ളതിലാണ്. ഈഗോ ഒരുപക്ഷെ ക്ലെയിം ചെയ്യും ഈ ക്ലാരിറ്റി എനിക്ക് വളരെ നന്നായിട്ട് ഗുണം ചെയ്തു, കാരണം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. ബട്ട് വാട്ട് ഹാവ് യു റിയലി ഡൺ? നമ്മൾ ശരിക്കും നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുക ചെയ്തത്. ബിക്കോസ് വി ഹാവ് നോട്ട് പുട്ട് ദാറ്റ്, ആ ഒരു ചെറിയ സമയമുണ്ടല്ലോ, നമ്മളത് ശരിക്കും ഉപയോഗിച്ചില്ല. നമ്മൾ ഈഗോവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താലുള്ളൊരു പ്രോബ്ലം, ഈഗോ സ്ട്രെങ്തൻ ആകുമ്പോൾ പിന്നീടത് നമുക്ക് തന്നെ വിനയായിട്ട് മാറും. നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പുറത്ത് ആർക്കും ഒരു ബെനിഫിറ്റും കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സെൽഫ് തന്നെയാണ് എല്ലാവരുടെയും സെൽഫ്. അപ്പോൾ സെൽഫിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്കൊരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരിക എന്ന് വിചാരിക്കുക. ഇൻറ്റ്യൂഷൻ, ദിസ് ഇസ് വാട്ട് യു മസ്റ്റ് ഡു. ഈഗോ പറയും കാര്യമില്ല. ഈഗോ അതിൻ്റേതായിട്ടുള്ള വഴിക്ക്, ഈഗോൻ്റെ വർക്ക് എപ്പോഴും റീസണിങ്ങും ലോജിക്കൊക്കെ വെച്ചിട്ടാണ് ഈഗോ വർക്ക് ചെയ്യുക. അപ്പോൾ അത് വളരെ ലിമിറ്റഡാണ്, കാരണം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ ബുദ്ധിക്കൊരു ചൈതന്യമില്ലാത്ത ബുദ്ധിയാണ്. ചൈതന്യമുള്ള ബുദ്ധിയാണ് സെൽഫിലുള്ളത്, ചൈതന്യം ഇല്ലാത്ത ബുദ്ധിയാണ് ഈഗോനുള്ളത്. ഇതേ ബുദ്ധി ഉപയോഗിച്ചിട്ട് രണ്ടും ചെയ്യുന്നത്. ചൈതന്യമില്ലാത്ത ബുദ്ധിയിൽ എനിക്ക് ഞാൻ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ചൈതന്യമുള്ള ബുദ്ധിക്ക് നമ്മൾ എന്ന വിചാരമാണുള്ളത്. രണ്ടും രണ്ടാണ്. അപ്പോൾ സെൽഫിലേക്ക് ഇറങ്ങിയ ശേഷം ക്ലാരിറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ചെയ്യുന്ന കർമ്മം ഓഫ് കോഴ്സ് നമുക്ക് ഗുണം ചെയ്യും, നമുക്കെന്തായാലും ഗുണം ചെയ്യും. കാരണം നമ്മളവിടെ ഇല്ലല്ലോ, ഞാനെന്ന വ്യക്തിത്വം ഇല്ലല്ലോ. അപ്പോൾ ടെമ്പററിലി എനിക്ക് അവിടെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടെങ്കിൽ ആ വിഷമം ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ പറയും എനിക്ക് സുഖമായിരുന്നു. പക്ഷെ അവിടെ സെൽഫിൽ ഞാൻ ഇറങ്ങിയത് കാരണം, ഈഗോ ഇല്ലാത്തത് കാരണം എനിക്ക് ആ വിഷമമായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് പാലിയേറ്റീവ് കെയറിലൊക്കെ പലരും ജോലി ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ അവർക്ക് കിട്ടുന്നത്. പക്ഷേ അവർക്കതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അത്രയും ആളുകളിലേക്ക് എത്തിക്കുകയാണ് അവരാ സുഖം. സെൽഫിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലാക്കുകയാണ് അവർക്കെന്താണ് വേണ്ടതെന്ന്. അവർക്ക് പോലും അറിയില്ല അവർക്കെന്താ വേണ്ടത്, കാരണം അവരുടെ ഈഗോ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ സെൽഫിലേക്ക് ഇറങ്ങിയിട്ട് നിനക്കിതാണ് വേണ്ടത് നമ്മൾ പറയാതെ പറയുകയാണ്. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. അതാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയാൻ കാരണം. മഹർഷി പറയുന്നില്ലേ, നമ്മൾ ഏതൊരു സർവീസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിചാരം ചെയ്യലാണ്, സെൽഫിലിരിക്കലാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. Because we are not living for our own self. Our own self is the ego. We are living for everyone else. We are living for the planet. ഇതാണ് നമ്മുടെ ധർമ്മം.